GST സ്ലാബുകളിൽ സമഗ്രമാറ്റത്തിന് കേന്ദ്ര സർക്കാർ 12%, 28% സ്ലാബുകൾ ഒഴിവാക്കും. പുകയില ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ഈടാക്കാനും ആലോചനയുണ്ട്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അജീഷ്, GST സ്ലാബുകളിൽ സമഗ്രമാറ്റത്തിന് ഒരുങ്ങുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കും നടപ്പിലാക്കുക? വിവരങ്ങൾ എങ്ങനെയാണ്? പ്രവിത, ഇന്ന് ഈ സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ പ്രധാനമന്ത്രിയാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്. അതായത് ദീപാവലിക്ക് ജനങ്ങൾക്ക് ഡബിൾ ദീപാവലി ലഭിക്കുമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ഒരു പ്രസ്താവന. അന്ന് ജനങ്ങൾക്ക് ഗുണമുള്ള ഒരു കാര്യം താനെന്ന് പറയും എന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത്. അതിന് പിന്നാലെയാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ഈ GST സ്ലാബിൽ കാര്യമായ മാറ്റങ്ങൾ വരുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നത്. അതായത് നിലവിൽ 4 സ്ലാബുകളാണുള്ളത്: 5%, 12%, 18%, 28%. ഇനി മുതൽ ഈ 12% എന്നുള്ളതും ഒപ്പം തന്നെ ഈ 28% എന്നുള്ളതും ഉണ്ടാകില്ല. പകരം 5%, 18% ഈ 2 സ്ലാബുകൾ മാത്രമാകും ഉണ്ടാവുക. കൂടാതെ ഈ ചില ഉൽപ്പന്നങ്ങൾക്ക്, അതായത് ഈ ആഡംബര വസ്തുക്കളൊപ്പം തന്നെ പുകയില, ഗുഡ്ക പോലുള്ള ഉൽപ്പന്നങ്ങൾ, അങ്ങനെ ഒരു 5-6 ഉൽപ്പന്നങ്ങൾക്ക് മാത്രം 40% നികുതിയും ഏർപ്പെടുത്താനുള്ളൊരു ആലോചനയുണ്ട്. നിലവിൽ കേന്ദ്ര സർക്കാർ ധനകാര്യ മന്ത്രാലയം ഇത് സംബന്ധിച്ചൊരു പ്രപ്പോസൽ GST കൗൺസിലിന് നൽകിയിട്ടുണ്ട്. ഈ മാസം GST കൗൺസിൽ ഒരു നിർണായക യോഗം ചേരാനിരിക്കുകയാണ്. അതിലാണ് ഈ നികുതി പരിഷ്കരണം, നികുതി ഏകീകരണം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അതിൽ ചർച്ച ചെയ്തതിന് ശേഷം ഏതാണ്ട് നവംബർ ദീപാവലി മാസത്തോടായിരിക്കും ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാവും. നിലവിൽ ഏതാണ്ട് ഈ 28% നികുതിയിൽ വരുന്ന ഏതാണ്ട് 90% ഉൽപ്പന്നങ്ങളും ഈ 18%ലേക്ക് വരും. കൂടാതെ ഈ 12% സ്ലാബിൽ വരുന്ന 99%വും 5% സ്ലാബിലേക്ക് വരും. ഇതുവഴി ഈ സാധാരണക്കാർക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ വില കുറച്ച് വാങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് നിലവിൽ ഈ 18% GSTയിൽ നിന്നാണ് സർക്കാരിന് ഏറ്റവും കൂടുതൽ നികുതി വരുമാനം കിട്ടുന്നത്. പക്ഷേ ഈ നികുതി നഷ്ടം അത് ഈ ആളുകളുടെ ഉപഭോഗം കൂടുന്നതിലൂടെ അത് നികത്താനാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ 2 നികുതി ഏർപ്പെടുത്താനാണ് സർക്കാർ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ നവംബർ മാസത്തിലായിരിക്കും ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാവുക. അത് സംബന്ധിച്ച ആലോചന കാത്തിരിക്കുകയാണ് എന്തായാലും ജനങ്ങളും ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളും. GST സ്ലാബുകളിൽ സമഗ്ര മാറ്റത്തിന് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു എന്ന വിവരമാണ് ഇപ്പോൾ അജീഷ് ജയകുമാർ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.